ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ എന്തായാലും നമ്മളെല്ലാവരും വീട്ടിൽ വാങ്ങുന്ന ഒന്നാണ് വാട്ടർമെലൺ അല്ലെങ്കിൽ വത്തക്ക. ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ പേരായിരിക്കും. അപ്പോൾ ദാ ഈ ഒരു സംഭവം കൊണ്ട് ഒരുപാട് ഡ്രിങ്ക്, അതുപോലെ തന്നെ ഐസ്ക്രീം, അതുപോലെ എന്താ പറയണേ, പുഡിങ്, ഇതൊക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സാധാരണക്കാർക്കുടെ വീട്ടിൽ പോലും ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മുടെ തണ്ണിമത്തങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത്രയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു പകുതിയൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 2 മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ മുറി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 1/4 ഭാഗം മതി. ഏകദേശം ഒരു 2 കപ്പൊക്കെ തണ്ണിമത്തങ്ങ കിട്ടിയാൽ മതി. ഈ തണ്ണിമത്തങ്ങയ്ക്ക് പല സ്ഥലത്തേക്കും പല പേരല്ലേ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, ആപ്പാടെ വത്തക്കയോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടേക്കൊക്കെ തണ്ണിമത്തങ്ങ എന്നാണ് പറയണേ. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള തണ്ണിമത്തങ്ങയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല റെഡ് കളറിൽ മൂത്ത തണ്ണിമത്തങ്ങയാണ്. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇതിനകത്ത് കുരുക്കളുണ്ടാവും അല്ലേ. അപ്പോൾ ആ കുരുക്കൾ മാറിയിട്ട് കുരുക്കളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യവും ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തണ്ണിമത്തങ്ങയൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടല്ലേ സീഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെൻറ്റർ ഭാഗത്താണ് കൂടുതലും വരിക കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒറ്റ കുരു പോലും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് മാത്രമേ കുരുക്കളുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അടിഭാഗത്തേക്കൊന്നും നമുക്ക് ഒട്ടും തന്നെ കുരു ഇല്ലാത്ത ഭാഗമാണ്. അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഒരു ഇഞ്ച് താഴെ ഒരു ചെറിയൊരു ലെയർ മാത്രമേ കുരു വരുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊന്നും കുരുവില്ലാത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുരുവില്ലാണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് കടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഈ കുരുവാണ്. അപ്പോൾ ആ മുകളിലത്തെ ആ ഒരു ലെയറിൽ നിന്നുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഞാനത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് കിട്ടിയേക്കണത് കേട്ടോ. അതായത് 1/4 ഭാഗമാണ് തണ്ണിമത്തൻ്റെ, ഇതുപോലൊരു പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. ഇനിയിപ്പോൾ നമ്മൾക്കിത് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് വരും. പിന്നെ ചെറിയ ചെറിയ പീസുകൾ ചിലപ്പോൾ അതിനകത്തുണ്ടാവും, വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മധുരവും തണ്ണിമത്തൻ്റെ ഒരു ടേസ്റ്റൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പോട് കൂടി കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതൊന്ന് പതിയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു പണിയുണ്ട്. അപ്പോൾ തിളച്ച് പതിയെ വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര, 1 കപ്പില്ല 3/4 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. ചില തണ്ണിമത്തന് തീരെ ഒത്തിരി മധുരം കാണില്ല. അങ്ങനെയുള്ളതിന് 1 കപ്പൊക്കെ ചേർക്കേണ്ടി വരും. അല്ല എങ്കിൽ ഒരു 3/4 കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് കുറുകി വരും. അപ്പോൾ അതവിടെ ഇരുന്ന് കുറുകി വരട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാണ്ടൊക്കെ നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇനിയൊരു സമയത്ത് ഒരു 1/4 കപ്പ് നന്നായിട്ട് തന്നെ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന കൂട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫ്ലോറും പഞ്ചസാരയും എന്താ പറയണേ, നമ്മുടെ തണ്ണിമത്തനും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തണ്ണിമത്തൻ്റെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, അത്യാവശ്യം ഒന്ന് കുറുക്കി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് സംഭവം കുറുകി വരും കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി ഇത് ഇട്ടേച്ചൊന്നും പോരുത്, ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ കുറുകിയിട്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലേവർ, അതായത് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇടുന്നില്ല, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ തണ്ണിമത്തൻ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു നന്നായിട്ടൊന്നും തണുത്തില്ല, എന്നാലും ചെറിയ ചൂടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതാ ഇനിയിപ്പം ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമുള്ളൊരു ഭാഗമാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയല്ലേ, നല്ലൊരു അട്രാക്ഷനാണ്. പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കാണ്ട് തന്നെ കിട്ടിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.